നീ കണ്ട ഞാൻ നോക്കിയില്ല. കാണിച്ചുതരാം. ഇനി വിഷയത്തിലേക്ക് വരാം. കുറെ നാളുകളായിട്ട് കുറെ പട്ടികൾ, എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാ എടാ പട്ടികളെ, ആ പട്ടികളോടാണ് പറയുന്നത്. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് അശ്വന്തിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വേർ ഇറ്റ് വാസ് അബ്യൂസ്. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? ഇഷ്ടപ്പെട്ടോ? നിനക്ക് കഴിവില്ല മോനെ. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. കള്ളം, പച്ചക്കള്ളം. സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണം? അനാവശ്യം പറഞ്ഞ അടിച്ച് കാരണം പോലെ. എടാ ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് ഒരുമാതിരി അലവലായിത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചു വേണം. 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം. സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. എവിടെയാണോ തെളിവ്? തെളിവ് കാണിച്ചു പറയടാ. പിന്നെ തെളിവ് ചോദിച്ചാ എന്റെ കയ്യിലില്ല. തെളിവ് കാണിച്ചു പറയടാ. തെളിവ് കാണിച്ചു പറ. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് തെളിവ് കിട്ടിയത്? അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ്? പൈസ വാങ്ങിച്ചത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഗുളിപ്പിടറാ നിനക്ക്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. എടാ മയിരേ, അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം റുപ്യ, മനസ്സിലായോ? എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്ന് ഊമ്പ. മാധവ് എന്റെ അടുത്താൻ പറയുന്നത്, മാധവ് സുരേഷിനോട്. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ കേട്ടോ, ഇല്ലെങ്കിൽ എന്റെ അടുത്ത് കുതുകയറി നീ വരണ്ട. ഞാൻ